നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത് തരിപ്പണമാക്കി 100ഓളം ഭീകരരെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂരിന് തിരിച്ചടി നൽകാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ചൈനീസ് മിസൈലുകളും ഡ്രോണുകളും തൊടുത്ത പാകിസ്ഥാന് അറിയില്ലായിരുന്നു രാജ്യത്തിന്റെ അഭിമാനമായി സുദർശന ചക്രമുണ്ടെന്ന്. റഷ്യൻ നിർമ്മിത S-400 എന്ന സുദർശന ചക്രത്തിൽ തട്ടി പാക് മിസൈലുകളും ഡ്രോണുകളും തകർന്ന് തരിപ്പണമായി. 15 സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഈ മണ്ടത്തരത്തിന് അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി നൽകിയപ്പോൾ ചൈന കൊടുത്ത റഡാർ സംവിധാനങ്ങൾക്ക് തടുക്കാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു. കശ്മീരിലെ പൂഞ്ചിൽ നിരായുധരായ ഇന്ത്യൻ ഗ്രാമീണർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തിയതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ലാഹോറിലേക്ക് പറന്ന ഇന്ത്യൻ മിസൈലുകളേറ്റ് പാക് വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നടിയുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ കൊടും ഭീകരൻ മസൂദ് അസറിന്റെ വലം കൈയും സഹോദരനും കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ ആസൂത്രകനുമായ അബ്ദുൾ റൌഫ് കൊല്ലപ്പെട്ടെന്ന നിർണായക വിവരം പുറത്തു വന്നതോടെ പാകിസ്ഥാൻ സൈന്യം എന്തിനാണ് ഇത്രയും പ്രകോപിതരായതെന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകരരെ, പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതാകട്ടെ ഇന്ത്യൻ ജനതയെയും സൈനിക കേന്ദ്രങ്ങളെയും. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ രക്ഷിക്കാൻ ദൈവത്തിനെ കഴിയൂ എന്ന പാക് എംപിയുടെ കരച്ചിൽ പാകിസ്ഥാൻ എത്തിപ്പെട്ട ആഴത്തിലുള്ള പ്രതിസന്ധിയുടെ ഒരു കണിക മാത്രം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പിലെങ്കിലും പാകിസ്ഥാൻ അടങ്ങുമോ? എന്നോടൊപ്പം അപർണ കുറുപ്പുണ്ട്, ഒപ്പം ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീജിത്ത് പണിക്കർ എന്നിവരും ചേരുകയാണ്. ഒപ്പം കേണൽ S ഡിന്നിയും പ്രൈം ഡിബേറ്റിൽ ചേരുന്നു. ഇന്ന് സംഭവിച്ചത് അപർണ പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കൃത്യമായിട്ടൊരു ബ്രീഫിംഗ് വന്നിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ പകൽ സമയത്തും വൈകിട്ടുമൊക്കെ ഇന്ത്യക്ക് നേരെയുള്ള ഷെല്ലാക്രമണമായിരുന്നു. അതും കശ്മീർ അതിർത്തിയിലെ പൂഞ്ചിലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ എല്ലാ യുദ്ധക്കരാറുകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഭീരുക്കൾ കാണിക്കുന്ന പ്രവൃത്തി ചെയ്തത്, അല്ലേ? പക്ഷേ അതിനുശേഷം രാത്രി സൈനിക ആക്രമണവും നടത്തി, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. പക്ഷേ അത് ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നു. അതിന്റെ ചൂട് ഇന്നലെ പാക് മിസൈലുകളും ഡ്രോണുകളും ഏറ്റുവാങ്ങി തകർന്നടിയുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇന്ത്യ രാവിലെ, അല്ലേ? പറഞ്ഞോളൂ, അതിന്റെ കൂടുതൽ പാകിസ്ഥാനെതിരെ പ്രതിരോധം, പ്രത്യാക്രമണം. വ്യക്തമായി ഇന്ത്യ ചില തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ നടത്തുന്ന സൈനിക നടപടികൾ പാകിസ്ഥാൻ നിലവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരവാദം നടത്തുന്നത് പോലെ ഉള്ള ഒരു സിവിലിയൻ അറ്റാക്ക് ഒന്നുമല്ല. ഇത് കൃത്യമായി ഭീകരരെ ഇല്ലാതാക്കലാണ്. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ അബ്ദുൾ റൌഫ് അടക്കം കൊല്ലപ്പെടുമ്പോൾ ഈ ചിത്രം മുന്നോട്ട് വെക്കുമ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഓരോ സൈനിക ബ്രീഫിംഗ് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ആ സൈനിക ബ്രീഫിംഗ് നടന്ന സമയത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു. ആ ഫോട്ടോയിൽ കൃത്യമായിട്ടുണ്ട് ഇന്നലെ അവിടെ സാധാരണക്കാർ, കുട്ടികൾ, അമ്മമാർ ഒക്കെ മരിച്ചു എന്ന് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ സർക്കാരും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒക്കെ പറയുമ്പോൾ അവിടെ മരിച്ചത് ആരാണ്? ഭീകരരാണ്. അക്കാര്യത്തിന് തെളിവുകളുമായി ഇന്ത്യ കുറെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുകയുണ്ടായി. അതിൽ കൃത്യമാണ്, ആ ചോദ്യം കൃത്യമാണ്. അവിടെ സാധാരണക്കാരാണ് മരിച്ചതെങ്കിൽ പാക് പതാക പുതപ്പിച്ച് സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ എന്തിനാണ് ഖബർ അടക്കിയത് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ പാകിസ്ഥാന് കഴിയുകയില്ല. അവിടെ കൊല്ലപ്പെട്ടത് ഭീകരരാണ്. അവിടുത്തെ ഭീകരർ എന്ന് പറയുന്നത് പാക് സൈന്യത്തിന്റെ കൂടെ ഉള്ളവർ തന്നെയാണ്. പാക് സൈന്യത്തിന് ആ ഭീകരരെ അങ്ങനെ കൈയൊഴിയുവാൻ കഴിയുകയില്ല. അവരെ ഔദ്യോഗിക ബഹുമതികളോടാണ് അവിടെ സംസ്കരിക്കുകയും ചെയ്ത് ആ ചിത്രങ്ങൾ ഇന്ന് ഇന്ത്യ ഉയർത്തിക്കാട്ടിയപ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ്. ശ്രീ MS വേണുഗോപാൽ, ഇത് മാത്രം മതിയല്ലോ ഇന്ത്യയുടെ തെളിവായി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി കണ്ടത്. ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിയുകയുമില്ല. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. S-400 എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. പാകിസ്ഥാന്റെ ചൈനീസ് മിസൈലുകളെയോ ഡ്രോണുകളെയോ പോലെ അല്ല. അപ്പോൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. അത് അവിടുത്തെ ഭീകരർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അവിടെ നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അത് ഇന്നലെ പാകിസ്ഥാൻ ചെയ്തു. പരാജയപ്പെട്ടു. ഇന്ന് രാവിലെ ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പറന്നിറങ്ങിയത് എങ്ങോട്ടാണ്? ലാഹോറിലേക്കാണ്.
അതെ, പാകിസ്ഥാന് താളം തെറ്റിയിരിക്കുന്നു എന്നാണ് ഒരു മുൻ കേണൽ എന്നോട് ഇന്ന് സംസാരിച്ചത്. കാരണം പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കണക്ക് കൂട്ടിയിരുന്നോ എന്ന് തന്നെ ഇപ്പോൾ സംശയിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയേക്കാം, അല്ലെങ്കിൽ 1-2 എയർ സ്ട്രൈക്ക് ബോർഡറിൽ നടത്തിയേക്കാം. അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സ്റ്റാൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റിപ്പോയി. കഴിഞ്ഞ 14 ദിവസം കൊണ്ട് ഇന്ത്യൻ ആർമിയും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടീമും അതുപോലെ തന്നെ NSA അടക്കമുള്ള വിഭാഗങ്ങളും നമ്മുടെ പൂർണ്ണമായിട്ടും ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഒരു പ്ലാനിങ് നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു പ്രിപ്പറേഷൻ പാകിസ്ഥാനിൽ നടന്നില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നടന്നത് സ്വന്തം ബന്ധുക്കളെയും ഭാര്യയും കുട്ടികളെയൊക്കെ വിദേശത്തെത്തിക്കുന്നതിനാണ് പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസർമാർ ധൃതി കാണിച്ചുകൊണ്ടിരുന്നത്. ഈ സമയം അവരുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഇന്ത്യയുടെ 3 വിഭാഗങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ട് 14 ദിവസം ഉറക്കമുളച്ച് പണിയെടുക്കുകയായിരുന്നു, പ്ലാൻ ചെയ്യുകയായിരുന്നു. അത് ഒന്നൊന്നായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാനെ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു പക്ഷേ. കാരണം ഇന്ന് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർക്കുമ്പോൾ 14 സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള അതൊരു ആക്രമണമായിരുന്നു. അപ്പോഴും ഇത് വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുമ്പോഴും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ പാകിസ്ഥാൻ പറയുന്നത് ഇസ്രയേലിൻ്റെ ഡ്രോണാണ് ഇന്ത്യ അയച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഞങ്ങളെ ആക്രമിക്കുകയാണ്, ഒരു ഇരവാദം കളിച്ചുകൊണ്ട്, ഒരു പ്രഹസനം കളിച്ചുകൊണ്ട്, ഒരു നാടകം നടത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ ഞങ്ങളിതാ കരയുകയാണ്, ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്നൊരു വശത്ത് പറയുക. അതേ സമയത്ത് ഈ മണിക്കൂറിൽ വരെ ഷെല്ലാക്രമണം ബോർഡറിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വേണുഗോപാൽ, അവിടെ പാകിസ്ഥാൻ നടത്തിയത് ഒരു ആന മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇത്രയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക ശക്തിയുമുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെടും എന്നുള്ള ബോധ്യം പാകിസ്ഥാൻ ഉള്ളത് തന്നെയാണല്ലോ. ഇന്ത്യ അങ്ങോട്ട് കയറി അടിച്ചതുപോലെയല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി വന്ന് അടിക്കുന്നത്. അവർക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പകലും വൈകിട്ടും ഒക്കെയായിട്ട് ഷെല്ലാക്രമണം നടത്തി. പക്ഷേ അതിനി പാകിസ്ഥാനെ അനുവദിക്കില്ല എന്ന് അതിർത്തിയിലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ തിരിച്ചടി തുടങ്ങിയിട്ടുമുണ്ട്. അതിർത്തിയിൽ നേർക്കുനേറാണെങ്കിൽ അങ്ങനെ പോരാടാനും തയ്യാറാണ് എന്ന്. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഈ 15 കേന്ദ്രങ്ങളിൽ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഈ പൊത്തിപ്പിടിച്ച പോലെ നമുക്ക് ഈ 15 കേന്ദ്രങ്ങളിലേക്കും വന്ന മിസൈലുകളെ നമുക്ക് തടുക്കാൻ സാധിച്ചു. ഏതാണ്ട് കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള ലോങ് ഏരിയയിലേക്ക് നമ്മുടെ സുരക്ഷ ഇങ്ങനെ നിർത്താൻ സാധിച്ചു എന്നുള്ളത് പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് ഒരു ലോങ് റേഞ്ച് അറ്റാക്ക് വരുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഫലിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ അവരൊരിക്കലും അത് നടത്തില്ലായിരുന്നു. കാരണം തോൽക്കാനായിട്ട് ആരും ഇങ്ങനെ ഇറങ്ങില്ലല്ലോ. ഇത് തോൽക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ബോർഡർ കടന്ന് പോലും പലതും എത്താൻ കഴിഞ്ഞില്ല. എത്തിയത് തന്നെ വയലിൽ പോയി മിസൈൽ വീഴുന്ന സാഹചര്യം. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നാട്ടുകാർ വാട്സാപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഇന്നലത്തെ ഒരു കള്ളം പൊളിഞ്ഞിരുന്നു. 5 ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ ഇന്നലെ പറഞ്ഞത്. അതിന് ദയനീയമായ രീതിയിലാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പഹൽഗാം ആക്രമണത്തിന് ശേഷം സ്ഥിരമായി അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതോടൊപ്പം ഇസ്ലാമാബാദിൽ അപായ സൈറൻ മുഴക്കുന്നു. ഇന്ത്യ ഇതാ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്ലാമാബാദ് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം റാവൽപിണ്ടിയിൽ നമ്മൾ ഇത്ര കുറഞ്ഞ സമയത്തിനകം, അതായത് നമ്മുടെ ഒരു മുഴം മുന്നേറിയുന്നതല്ലേ, ലോക സമൂഹത്തിന് മുന്നിൽ ഒരു മുഴം മുന്നേറിയുന്നു പാകിസ്ഥാൻ. ഞങ്ങൾക്കെതിരെ ഇന്ത്യ ആക്രമണ പരമ്പരയിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളൊരു അത് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ റാവൽപിണ്ടിയിൽ നമ്മൾ നടത്തിയ ആക്രമണം, ലാഹോറിൽ നമ്മൾ നടത്തിയ ആക്രമണം, അവരൊരിക്കലും ഇത് എവിടെയാണെന്നാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അതിർത്തിക്ക് ഇപ്പുറം നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കയറിയല്ല ചെയ്യുന്നത്. അതിർത്തിക്ക് ഇപ്പുറം നിന്ന് നമ്മൾ ഡേ 2-ൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചേയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ MP മുൻ റിട്ടയർഡ് മേജർ തരീഖ് ഇക്ബാൽ ഇന്ന് അവരുടെ പാർലമെന്റിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്,
ഇൻഷാ അള്ളാ എന്ന് വിളിച്ചുകൊണ്ടാണ് ദൈവത്തിനെ രക്ഷിക്കാൻ ദൈവത്തിനെ രക്ഷിക്കാൻ ഞങ്ങൾ വി ആർ വീക്ക്, വി ആർ സിന്നേഴ്സ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. പാകിസ്ഥാൻ ദുർബലരാണ് എന്ന് പറഞ്ഞു. ബൈറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ ബൈറ്റ് ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ ബൈറ്റ് പ്ലേ ചെയ്യാം. പാകിസ്ഥാൻ MP കരഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രണ്ട് ബൈറ്റുകൾ പ്രധാനമാണ് ഇന്ന്. ഒന്ന് ഖ്വാജ ആസിഫിൻ്റെതാണ്. ഖ്വാജ ആസിഫ് നാണം കെടുകയായിരുന്നു. ഖ്വാജ ആസിഫ് പറഞ്ഞത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് ഇന്ത്യയുടേതെന്ന്. പക്ഷേ അത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ട ചിത്രമാണ്. അങ്ങനെ പാകിസ്ഥാൻ ഒരു പ്രധാന ഒരു വക്താവിന്, മന്ത്രിക്ക് ഏത് തരത്തിലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുക എന്ന് തീർച്ചയായും നാണം കെടുന്നു പാകിസ്ഥാൻ ഇത്തരം പ്രസ്താവന. രണ്ട് പ്രസ്താവനകളും, ഒന്ന് ഖ്വാജ ആസിഫിന്റേത്, പിന്നെ പാകിസ്ഥാനിലെ MPയുടേത്. അത് പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ ഇന്ത്യയിൽ നിന്ന് എന്ന് കരഞ്ഞു പറയുകയാണ് അസംബ്ലിയിൽ. ആ ബൈറ്റുകൾ. जब भी गई है तो गोल्ड मेडल लेके आई है एक्सरसाइज में करी, तो इसलिए जनाब स्पीकर ये बात वाजा कर देनी चाहिए, हमारी कौम यकजा है। मैं इन सब से कहूंगा कि मिल के चलो और अपने रब से रजू करो। रब काबा, हम तेरे आगे दरख्वास्त करते हैं, इस मुल्क की हिफाजत फरमाना जो तूने हमें अता किया है, और ये नबी सल्लल्लाहु अलैहि वसल्लम की दुआओं का है। आपने कायदे आजम को इंग्लैंड में मुलाकात की, ख्वाब में आए और उनको कहा कि जाओ वापस और जाके पाकिस्तान का मामला हल करो। आप खान अब्दुल्लाह को ख्वाब में आके ये हुक्म दिया कि तुमने पाकिस्तान की करना है, ये मुल्क बन के रहेगा और तुमने तो ये ऐसा बड़ा मौजज़ा है कि अल्लाह पाक ने ये हमें अता किया है और अल्लाह पाक इस मुल्क की हिफाजत फरमाएंगे। दुनिया में जहां भी देखें शायद हमारी कमी है, हम मजबूर हैं, हम गुनाहगार हैं, लेकिन रब काबा हम तेरे हबीब के उम्मती हैं, खुदा का वास्ता हमसे रहम का भला फरमा। आप चले जाएं, उधर फिलिस्तीन भी चले जाएं, कश्मीर में चले जाएं, जहां भी जाएंगे मुसलमानों के साथ वो ऐसे रो रहा है जो हम सोच भी नहीं सकते हैं। तो तू हमें माफ कर दे, हम तेरे आगे सर झुकाते हैं, माफी मांगते हैं। नहीं, इसमें दो राय नहीं है मौला कि हम बड़े गुनाहगार हैं, लेकिन तेरी रहमत बहुत वसी है। तू रहमत का एक जर्रा भी भेजेगा हमारी तरफ तो इंशाल्लाह हमारी कामयाबी होगी। और दुआ करते हैं रब काबा कि इस मुल्क की हिफाजत फरमा और हमें दुश्मनों पर जो है वो फकीर अता फरमा और हमें उनको सनगू करने की ताकत अता फरमा। मैं दुआ गो हूँ आर्म फोर्सेस के लिए, पाकिस्तानियों के लिए, कि अल्लाह पाक हम सब की हिफाजत फरमाए और हमें आपस में जोड़ के रखे। You've just brought up the fact that India lost some fighter jets, so let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. And they have admitted, their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പോലും അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ താഴ്ത്തിട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് തെളിവ് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കാര്യമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് എന്ന്. എത്രമാത്രം നാണം കെടുകയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇപ്പോൾ കേണൽ ഡിന്നി കൂടി ചേരുകയാണ്. കേണൽ ഡിന്നി, ഇന്ന് നമ്മുടെ ഹീറോയായി മാറിയിരിക്കുന്നത് നമ്മുടെ സുദർശന ചക്രമാണ് S-400. ഏത് രീതിയിലുള്ള പ്രതിരോധമാണ് S-400 ഇന്ന് തീർത്തത്? അതിനെപ്പറ്റിയുള്ള ഒരു സൈന്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 15 സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഒരേ സമയത്ത് പറത്തിയ പാകിസ്ഥാന്റെ സൈനിക ശക്തിയെയാണ് നിർവീര്യമാക്കിയത്. എന്തായിരുന്നു അതിന് പിന്നിലെ ഈ S-400ന്റെ ഒരു പങ്ക്? മഞ്ജുഷ്, തീർച്ചയായിട്ടും ഇന്നത്തെ പ്രസ് ബ്രീഫ് കഴിഞ്ഞ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്.
ഞാൻ അതിന്റെ കൂടുതൽ ടെക്നിക്കൽ വശത്തോ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം അതിപ്പോഴും ഒരു ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതി അല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. 15ഓളം മിലിറ്ററി ടാർഗറ്റ്സ്, മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് നമ്മുടെ ഭാരതത്തിന്റെ ആ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ പാകിസ്ഥാൻ ഇന്ന് രാവിലെ ടാർഗറ്റ് ചെയ്തു. നമ്മളെ റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ ഏകദേശം അതേ സമയത്താണ് നമ്മൾ ഒരു മണിക്ക് 1:05 1:30 ഇടയ്ക്കാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തെങ്കിൽ ഏകദേശം അതേ സമയത്ത് തന്നെയാണ് അവരും ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തത്. അതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം കൊണ്ടാവാം. പക്ഷേ ഈ 15 സ്ഥലത്തും അവർ സ്ട്രൈക്ക് ചെയ്തത് ചില സ്ഥലത്ത് മിസൈലും ചില സ്ഥലത്ത് ഡ്രോൺസും വെച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മളെ ഈ S-400 സുദർശൻ അത് കൂടാതെ നമ്മളെ ഈ UAVക്ക് വേണ്ടിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വന്നിട്ടുള്ള എല്ലാ മിസൈൽസ് അല്ലെങ്കിൽ ഡ്രോൺസിനെ നമ്മൾ അവരെ ഡിസ്ട്രോയ് ചെയ്യും. ഒരൊറ്റ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാതെ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തത്. അതിന് മറുപടിയായിട്ടാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്തതും ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനീസ് ആയിട്ടുള്ള HQ-9 എന്ന് പറയുന്ന ആ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തകർക്ക് അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് എന്ന് ഇന്ന് വൈകിട്ടത്തെ പ്രസ് കോൺഫറൻസിൽ ആർമി ഓഫീസർ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഇത് കാണിക്കുന്നത് ലാഹോറിലെ സ്ഫോടനവും ഇല്ലേ? അതെ, അതിന്റെ രീതി തന്നെയാണ്. അത് തന്നെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോ കുറെ എക്സ്പ്ലോഷൻസ് ഒക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ തന്നെ ആളുകൾ ധാരാളം അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് ഏത് ഗ്രൂപ്പാണ് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ ബലൂചിസ്ഥാൻ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇത്രയും ശക്തമായി തിരിച്ചടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു കൊളാറ്ററൽ ഡാമേജ് ഇന്ത്യയുടെ അകത്ത് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയായിരുന്നല്ലോ ഈ വ്യോമ പ്രതിരോധ സംവിധാനം. അതാണല്ലോ ഇന്ത്യ തകർക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നതിന്റെ പിറകിലുള്ള ആ ഒരു ശക്തി എന്തായിരിക്കും? അല്ലെങ്കിൽ അത്രയും ധൈര്യം എങ്ങനെയാണ് പാകിസ്ഥാന് ഈ അവസരത്തിലും ഉണ്ടാകുന്നത്? ഇത് മാഡം ധൈര്യത്തിന്റെ ക്വസ്റ്റ്യൻ അല്ല, ഇത് അവരുടെ നിവൃത്തികേടിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിവൃത്തികേടാണ്. എന്താണ് നിവൃത്തികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവിടുത്തെ 9 ടാർഗറ്റ്സിനെ പോയി സ്ട്രൈക്ക് ചെയ്തു. ഒരൊറ്റ എണ്ണത്തിന് പോലും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ ജനറൽ അസീം മുനീർ ഈ പഹൽഗാം നടത്തിയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ പ്രസക്തി വീണ്ടും സമൂഹത്തിൽ നിന്ന്, പാകിസ്ഥാൻ സമൂഹത്തിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു. കാരണം ബലൂചിസ്ഥാനിൽ അവർക്ക് എല്ലാ ദിവസവും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സൈനികർ മരിക്കുകയാണ്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിൽ നിന്ന് അടികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പഷ്തൂണിൽ നിന്ന് അടികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയും ആ പാകിസ്ഥാൻ ആർമിയുടെ പവർ വീണ്ടും വേണം എന്നുള്ള രീതിയിലേക്കാണ് പഹൽഗാം ചെയ്തത്. പഹൽഗാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവർക്ക് അടി കൊടുത്തു. ഒരു 9 സ്ഥലത്ത് ചെയ്തപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിക്കുകയാണ്, നമ്മൾ അതിന്റെ വിഷ്വൽസ് കണ്ടതാണല്ലോ, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇപ്പൊ 100ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നാണ് പറയുന്നത്. പല ഭീകരവാദികളും അവരുടെ കുടുംബവും അബ്ദുൾ റൌഫ് എന്നുള്ള ഭീകരവാദികൾ ജയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു വൻ തിരിച്ചടി കിട്ടിയ ഒരു അവസ്ഥയാണ്. അവർക്ക് മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. അങ്ങനെ അതുകൊണ്ടാണ് അവർ ഇന്ന് ഈ ഒരു ഓപ്പറേഷൻ ചെയ്തത്. അതൊരു മറ്റൊരു ചോദ്യം ഉയർത്തുന്നുണ്ടോ? ഇങ്ങനെ സൈനിക കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ സിവിലിയൻ അറ്റാക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. കൂടുതൽ ബോർഡർ സെക്യൂരിറ്റി അടക്കം അതുമാത്രം മതിയാവില്ല. ഇന്ത്യക്കകത്തു പോലും അത്തരം സുരക്ഷ ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ കൊണ്ടെത്തിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാന്റെ 3 ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റിസൻസിന് മുമ്പിൽ അവർക്ക് വീണ്ടും ഞങ്ങൾ ശക്തിശാലിയാണ്, ഞങ്ങൾ വീക്ക് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന 3 കാര്യമുണ്ട്. ഒന്ന്, ലൈൻ ഓഫ് കൺട്രോൾ. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിൽ ഇപ്പൊ നടക്കുന്ന എസ്കലേഷന്റെ ഒരു ഫർദർ എസ്കലേറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ ധാരാളം സിവിലിയൻസിനാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ ഏകദേശം 20ഓളം സിവിലിയൻസിനെ അവർ ടാർഗറ്റ് ചെയ്തു. അപ്പൊ അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അവർക്ക് നടത്താം. പക്ഷെ അവിടുത്തെ ഇതെന്ന് വെച്ചാൽ അവിടെ മുൻപും ഇതേപോലത്തെ രീതികൾ നടന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവിടെ തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് അത്ര വലിയൊരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നീടാണ് അവർ ഇന്ന് ചെയ്ത കാര്യം, അതായത് ഈ മെയിൻലാൻഡ് ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഇന്റർനാഷണൽ ബോർഡറിന്റെ സൈഡിൽ അവർ 2000 കിലോമീറ്ററിന്റെ ആ ഒരു രീതിയിൽ അവിടെ ഏറ്റവും അടുത്ത മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ ടാർഗറ്റ് ചെയ്യുക. അത് ഇന്ന് നടന്നില്ല. മൂന്നാമതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 1-2 മിസൈൽസ് ഭാരതത്തിന്റെ ഇതേ ഏരിയയിൽ, രാജസ്ഥാൻ, പഞ്ചാബ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കൊണ്ടിടുക എന്നുള്ളത്. പറ്റുമെങ്കിൽ അത് സിവിലിയൻസ് ഇല്ലാത്ത കാര്യം ഇട്ട് കഴിഞ്ഞാൽ
അവർക്ക് നല്ലതാണ്. കാരണം അവർ സിവിലിയൻസിന് വലിയ രീതിയിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിട്ടാലിയേഷൻ വരും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പേരിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് അത് കാണിക്കുകയാണ്, നോക്കൂ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്തു, ഭാരതത്തിന്റെ ഭൂമിയുടെ അകത്ത് ഞങ്ങൾ പോയി ഇട്ടു എന്നുള്ള രീതിയിലേക്ക് വരുത്താനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. അതിപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം കാണിച്ച തെളിവുണ്ടല്ലോ, പഴയ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് കാണിക്കുന്നു. അതുപോലെ എവിടെയെങ്കിലും ഒരു ഡ്രോണിന്റെ അവശിഷ്ടമോ എവിടെയെങ്കിലും ഒരു മിസൈലിന്റെ അവശിഷ്ടമോ വീണാൽ തന്നെ ഇത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതാണ് എന്ന് കാണിക്കും. അതാണ് പാകിസ്ഥാന്റെ ഒരു തന്ത്രം. അത് മാത്രമല്ല ശ്രീ കേണൽ ഡെന്നി, പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് മർക്കസ് സുബാൻ അള്ളയിൽ നടന്ന ബഹാവൽപൂരിലെ ആ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയമാണല്ലോ. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ, അത് രണ്ടാമനാണല്ലോ, ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ടാമൻ അല്ലെങ്കിൽ ഡിഫാക്റ്റോ ചീഫ് എന്നാണ് അറിയപ്പെടുന്നത് മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ വന്നതാണ്. പക്ഷേ മസൂദ് അസറിന്റെ വലം കൈയും അതുപോലെ തന്നെ മസൂദ് അസറിന്റെ സഹോദരനുമാണ് ഇയാൾ, ഈ അബ്ദുൾ റൌഫ് അസ്ഗർ. ഇതോടുകൂടി ജെയ്ഷെ മുഹമ്മദ് അടങ്ങുന്നു എന്നൊരു സൂചന കൂടി വരുന്നില്ലേ? അത് മാത്രമല്ല, ഈ ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പാക് സൈന്യമാണ് മുന്നിലുണ്ടായിരുന്നത്. പാക് പതാക പുതപ്പിച്ചാണ് ഇവരുടെ സംസ്കാരം നടത്തിയത്. അപ്പോൾ ഈ അബ്ദുൾ റൌഫ് അസ്ഗറിനും മൗലാന അമറിനെ പോലെയുള്ള ആളുകൾക്കും ഈ മസൂദ് അസറിന്റെ മറ്റ് സഹായികൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ എന്തിന് ഔദ്യോഗിക ബഹുമതികൾ നൽകണം എന്ന ചോദ്യം ഇന്ത്യ ചോദിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലെങ്കിലും ഇതിനുള്ള എന്തെങ്കിലും ഒരു കാരണം വിശദീകരിക്കാൻ പാകിസ്ഥാന് കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റ് പാകിസ്ഥാൻ ആർമിയുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവര് യൂണിഫോം ഇട്ട ഭീകരവാദികൾ എന്ന് ഞാൻ പറയും. കാരണം കുറെ ഭീകരവാദികൾ അവിടെ യൂണിഫോം ഇടാതെ നടക്കുന്നുണ്ട്, കുറെ ഭീകരവാദികൾ ഇപ്പോൾ യൂണിഫോം ഇട്ട ഭീകരവാദികൾ. അതിന്റെ ഒരു തലവനാണ് ജനറൽ അസീം മുനീർ. കാരണം പണ്ട് ഒരു പ്രൊഫഷണൽ പാകിസ്ഥാനി ആർമി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം ഇപ്പൊ ഈവൻ ജനറൽ ബാജ്വ ഇതിന് മുന്നിലുള്ള ചീഫ്, അദ്ദേഹം ഒരു പരിധി വരെ ഒരുവിധം പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ്. പക്ഷെ ജനറൽ അസീം മുനീർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈ വളരെ ലോ ലെവൽ ഓഫ് ടാക്ടിക്കൽ ഒരു എക്യുപ്മെന്റ് ഉള്ള ആളാണ്. അതായത് വലിയ രീതിയിലുള്ള ഈ നാളത്തെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു എന്താ പറയുക തീവ്ര മതചിന്തകൾ മാത്രമേ ഉള്ളൂ അവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ, ഇത് നേരത്തെ തുടങ്ങിയ ഒരു സംഭവമാണ്, അതിനകത്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ധാരാളം പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരു മേജറായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഈ അസീം മുനീറിനെ പോലുള്ള ഓഫീസേഴ്സും അതിന്റെ ജവാൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളിപ്പം അവിടെ കണ്ടത്. അതായത് അവരുടെ ജനാസ എന്ന് പറയുന്ന അവരെ മരിച്ചു കഴിയുമ്പോൾ ആ കൊടുക്കുന്ന ആ റെസ്പെക്റ്റിലെ സമയത്ത് യൂണിഫോം ഇട്ട് ഹൈ റാങ്കിങ് ആയിട്ടുള്ള പാകിസ്ഥാനി ഓഫീസേഴ്സ് പാകിസ്ഥാന്റെ പതാക ഇട്ട് ആ ഒരു, അതായത് ഒരു സ്റ്റേറ്റ് എന്താ പറയുക എല്ലാ ഫുൾ ഫ്യൂണറൽ പറയത്തെ നമ്മുടെ സ്റ്റേറ്റ് ഓണർ പാക് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. അതെ അതെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ സൈന്യമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബാവൽപൂരിലെ അറ്റാക്ക് 100 കിലോമീറ്റർ ഉള്ളിലുള്ള ആ അറ്റാക്ക് വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അവിടുത്തെ ഭീകരവാദികൾക്കും പാകിസ്ഥാൻ സൈനിക്കും കൊടുക്കും. കാരണം ഒരു കാരണവശാലും ബാവൽപൂരിൽ അവർ അറ്റാക്ക് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ബാവൽപൂർ എന്ന് പറയുന്നത് അവിടെ ഒരു കോർ ഹെഡ് ക്വാർട്ടറും ഉണ്ട്, തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ കോർ ഹെഡ് ക്വാർട്ടർ. അപ്പൊ ആളുകൾ ഇന്ന് അവിടുത്തെ പാകിസ്ഥാനിലെ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും മിസൈൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും തടയാൻ പറ്റില്ല. ഈ ബാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പിലാണ് അത് പോയി വീണത്. ഇത് നിങ്ങളുടെ ഹെഡ് ക്വാർട്ടറിൽ വീണത് നിങ്ങൾ എന്തോ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ ആളുകൾ തന്നെ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു രീതിയിലുള്ള ക്രെഡിബിലിറ്റി ഇല്ല, ആ ക്രെഡിബിലിറ്റി ലൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ 48 മണിക്കൂറായിട്ടും ഒരു ഉഭയകക്ഷി ചർച്ച ഇന്ത്യക്ക് നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ലോകമാധ്യമങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുകൂടി വ്യക്തമാക്കുന്നത്, ഇന്ത്യയുടെ സ്റ്റാൻഡാണ് ക്ലിയർ എന്ന് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ പാക് സൈന്യം ജെയ്ഷയിലേക്കുള്ള കണക്ഷൻ, ജെയ്ഷയിൽ നിന്ന് അൽ ഖ്വയ്ദയിലേക്കുള്ള കണക്ഷൻ, ഇത് വ്യക്തമാകുന്നതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈലാറ്ററൽ ചർച്ചയ്ക്കുള്ള സ്കോപ്പുമില്ല, ചാൻസുമില്ല എന്നുകൂടി ഇന്ത്യ പറയുന്നത് പ്രൂവ്ഡ് ആവുകയാണ് ഇപ്പോൾ, അല്ലെ? അതൊരു ഫാക്ടറാണ്. പക്ഷെ അതിന്റെ അല്ലാതെ വേറൊരു ഫാക്ടറുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഇന്നലെ ചെയ്ത കാര്യം നമ്മൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ആ രണ്ട് ഓഫീസേഴ്സിന്റെ ലാസ്റ്റ് വേർഡിങ്സ് ഇങ്ങനെയായിരുന്നു, ഇത് ഒരു നോൺ മിലിറ്ററി നോൺ സിവിലിയൻ ടാർഗറ്റിംഗ് ആയിരുന്നു. അത് മിലിറ്ററിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തില്ല, ഇത് ഭീകരവാദികൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇത് നോൺ എസ്കലേറ്ററി, ഇതിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇന്ന് രാവിലെ അവർ ഈ കാര്യം ചെയ്തത്. അപ്പം ഇവർക്ക് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ സമാധാനത്തിലേക്കുള്ള രീതിയിലേക്ക് ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് അവർ ചെയ്യത്തില്ല. അവിടുത്തെ ഏറ്റവും ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ അവിടെ നിന്നിട്ട് പാർലമെന്റ് നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രഭാഷണം നടത്താം. പക്ഷെ ഈ പാകിസ്ഥാൻ സൈന്യം അവർ പറയുന്ന കേൾക്കാറില്ല.
അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ജനറൽ അസീം മുനീറിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, അതല്ലെങ്കിൽ കശ്മീർ അതിർത്തിയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ഷെല്ലാക്രമണം, ഈ രീതിയിലും പാകിസ്ഥാൻ ഇതേ രീതിയിൽ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയില്ലേ? പിന്മാറും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ പറയാറായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടേണ്ടി വരും. ഇസ്ലാമാബാദിലേക്കായിരിക്കും അടുത്ത മിസൈൽ പറക്കാൻ പോകുന്നത്. അതെ, അത് നമ്മൾ ഇന്നത്തെ പ്രസ് ബ്രീഫിംഗിൽ വളരെ കൃത്യമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ തിരിച്ചടിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ പ്രസ് ബ്രീഫിലും പറഞ്ഞത്, ഇൻ ദ സെയിം പ്രൊഫഷണൽ വേ എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിന്റെ രീതിയിൽ തന്നെ ചെയ്യും. രണ്ടാമത്, ഞങ്ങളായിട്ട് ഒരു എസ്കലേഷനും ഞങ്ങൾ നോൺ എസ്കലേറ്ററി തന്നായിട്ടാണ് നിന്നത്. അതാ അവിടെ ഒരു വിൻഡോ കൊടുക്കുകയാണ്, വീണ്ടും ഒരു വിൻഡോ കൊടുക്കുകയാണ്. നിങ്ങൾ സമാധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കൂട്ടാനുള്ള യാതൊരു താല്പര്യം ഇല്ല എന്ന രീതിയിൽ തന്നെ പറയുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ കയ്യിലാണ് ഇപ്പം പന്ത് പാകിസ്ഥാന്റെ കോർട്ടിലാന്ന് പറയുന്ന പോലെ ഇനി പാകിസ്ഥാൻ സൈന്യമാണ് തീരുമാനിക്കേണ്ടുള്ളത്. അവർ ഇതുപോലത്തെ വിഡ്ഢിത്തരം ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്ത് വീണ്ടും അടി വാങ്ങിക്കണം. അപ്പൊ അത് മാത്രമല്ല, ഇപ്പം നോക്കൂ എന്ത് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് രാവിലത്തെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം എടുത്ത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്തത്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം പോയിന്ന് അർത്ഥം ആ ഏരിയയിൽ മൊത്തം എയർഫോഴ്സിന് ഒരു രീതിയിലുള്ള ചാലഞ്ചും വരാൻ പോകുന്നില്ല. നമ്മുടെ എയർഫോഴ്സിന് നമുക്ക് ആ കംപ്ലീറ്റ് ഏരിയയിൽ ഡോമിനേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി. അപ്പൊ നാളെ ഇനി പാകിസ്ഥാൻ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരൊറ്റ കാര്യത്തിന് പ്രൊട്ടക്ഷൻ ഇല്ല. അതാണ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് അത് പോയി കഴിഞ്ഞു. അതും പാകിസ്ഥാൻ അറിയാം. അതൊരു മെസ്സേജ് ആണ്. നമുക്ക് വേണമെങ്കിൽ പല ടാർഗറ്റ്സ് എടുക്കാം, പക്ഷെ ആ ഒരു ടാർഗറ്റ് എടുത്തതിന്റെ അർത്ഥം തന്നെ നിങ്ങളെ ഒരു കഥവ് തുറന്ന പോലെയാണ്. നിങ്ങൾ ഇനി കഥവില്ല. അപ്പൊ കഥവിനകത്തേക്ക് കൂടെ, അതായത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ നാമാവശേഷമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടേത് ഇൻടാക്റ്റ് ആണ് ഇപ്പോഴും. ഇന്ത്യയുടെ സിസ്റ്റം സുദർശന ചക്രയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരേ സമയത്ത് ടാർഗറ്റ് ചെയ്യുവാനും കഴിയും, നശിപ്പിക്കുവാനും കഴിയും മിസൈലുകളെയും ഡ്രോണുകളെയും, അതേ സമയത്ത് തന്നെ തൊടുത്തുവിടാനും കഴിയും, ഇല്ലേ? മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ആണ്. ആബ്സല്യൂട്ട്ലി. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ആ ഡ്രോൺ രണ്ടും ഉണ്ട്. അത് ലോയിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യം വരുമ്പോൾ ആണെങ്കിൽ അതിന് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ വന്ന് ടാർഗറ്റായി എക്സ്പ്ലോസീവ് ആയിട്ട് വന്ന് അത് തീർക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഡ്രോൺസ് ആണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇനിയെങ്കിലും ആ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക്, അതാ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അവരെ കൊച്ചാക്കി കാണുകയല്ല. അവർക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ലോജിസ്റ്റിക് സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിനുള്ള പൈസ ഇല്ല, അതിനുള്ള സാമ്പത്തിക അവസ്ഥകളൊന്നുമില്ല. എന്നിട്ടും അവർ ഇങ്ങനത്തെ ഈ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ അവരെ വിട്ടിത്തം എന്നല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ജനറൽ അസീം മുനീറിന്റെ ഒരു എന്താ പറയുക പിടിവാശി എന്നല്ലാതെ പറയുന്നത് എന്താ പറയുക? കേണൽ ഡിനി, ഇപ്പം ഇന്ത്യയുടെ സേനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശക്തമായിട്ടുള്ള പടക്കോപ്പുകൾ സൈന്യത്തിലുണ്ട് എന്ന് ഓരോ ഭാരതീയനും മനസ്സിലാക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ മിലിറ്ററി പ്രൊവക്കേഷൻസ് നടത്തുക, ഒരു കടുത്ത സൈനിക നടപടിയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ചെയ്തു വന്ന ചരിത്രമുണ്ട്. അതിൽ നിന്നൊക്കെ തടയിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ മോഡേണൈസേഷനും ഈ സേനാ വിഭാഗങ്ങൾ നടത്തിയത് കൊണ്ട് അങ്ങനെ കൂടെ ഉണ്ട് ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല. നേരത്തെ തന്നെ കൺവെൻഷണൽ യുദ്ധത്തിൽ, അതായത് സൈന്യത്തിന്റെ നോർമൽ ആയിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് 65 ശരി, 71 ശരി. ഓൾദോ കാർഗിൽ ഒരു കൺവെൻഷണൽ യുദ്ധം അല്ലായിരുന്നെങ്കിൽ തന്നെ കാർഗിലും അവർക്ക് തിരിച്ചോടേണ്ടി വന്നു. അപ്പം അവർക്ക് നന്നായിട്ട് അറിയാം, ഒരു 2 സൈന്യം അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാന് ജയിക്കാൻ പറ്റുമെന്ന് അവർക്ക്. അതുകൊണ്ടാണ് അവർ ഈ ന്യൂക്ലിയർ വെപ്പണിന്റെ എപ്പോഴും കാര്യം പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ വെപ്പൺ അങ്ങനെ അവർക്കറിയാം, ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സിവിലിയൻസിനെ കൊല്ലുക. ഭാരതത്തിന്റെ ഉള്ളിൽ സിവിലിയൻസിനെ കൊല്ലുക. അപ്പൊ അത് ടെററിസ്റ്റ് വിടുക, ബോംബ് പൊട്ടിക്കുക, ഇപ്പം ഒരു ലൈൻ ഓഫ് കൺട്രോളിൽ ഈ ഷെല്ലിംഗ് നടത്തുക. സിവിലിയൻസിനെ കൊല്ലാൻ അവർ മിടുക്കരാണ്, പക്ഷെ സൈന്യത്തെ നേരിടാൻ അവർക്ക് ഒട്ടും കഴിവ് ഇല്ലാതാണ്. അപ്പൊ അതാണ് പാകിസ്ഥാന്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയാണ് ഇപ്പം ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് നിങ്ങൾ സിവിലിയൻസ് തൊടയാണെങ്കിൽ, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിവിലിയൻസിന്റെ കാഷ്വാലിറ്റിയിൽ മിലിറ്ററി റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ല. മുംബൈ അറ്റാക്കിൽ 175 സിവിലിയൻസ് മരിച്ചിട്ട് നമ്മളൊന്നും ചെയ്തില്ല. അപ്പം ഇപ്പം 26 സിവിലിയൻ നമ്മളെ ഭാരതീയരെ മരിച്ചപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മിലിറ്ററി റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് വലിയൊരു മാറ്റമാണ്. അപ്പൊ ഇനിയെങ്കിലും പാകിസ്ഥാൻ അത് കിട്ടി ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ഡിറ്ററൻസ് എന്ന് പറയാം. അത് തടയലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും അത് കാണും അവർക്ക് ചെയ്യാതിരിക്കും. അതുപോലെ വേറെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല, ഇതിന്റെയൊക്കെ ഇടയ്ക്ക് സിന്ധു നദി കരാറിന്റെ എഫക്ട് വന്നിട്ടുണ്ട്. അത് ഇന്ന് രാത്രി എങ്ങാണ്ട് വെള്ളം തുറന്നു വിടാൻ ചെയ്യുന്നുണ്ട്. അത് 2 രീതിയിൽ വന്നിട്ടുണ്ട്. ഒന്ന് വരൾച്ചയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, മറ്റൊന്ന് വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലും വന്നിട്ടുണ്ട്.
അതെ. അപ്പൊ അത് ആ വെള്ളപ്പൊക്കത്തിന്റെ രീതിയിൽ തന്നെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആ ഒരു ഡാം തുറന്നു വിടുന്നത് ഇങ്ങോട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് കണ്ട് തുറന്നു വിട്ടിട്ട് അതിന്റെ വെള്ളത്തിന്റെ ഇമ്പാക്ട് ഏകദേശം രാത്രി 12 മണിയാകുമ്പോഴായിരിക്കും ആ ഏരിയയിൽ വരുന്നത്. അപ്പം രാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ രാത്രി പെട്ടെന്ന് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പൊ പകല് നോർമൽ രീതിയിൽ വരുന്ന വെള്ളത്തിന് പകരം രാത്രി 12 മണിക്ക് അവിടെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പണ്ട് ഇൻഫർമേഷൻ കൊടുക്കുമായിരുന്നു, നമ്മൾ എപ്പോഴാണ് തുറന്നു വിടുന്നത്. ആ ഇൻഫർമേഷൻ ഒന്നും ഇപ്പം കൊടുക്കുന്നില്ല. എപ്പോ തുറന്നു വിടുന്നോ എപ്പോ അടയ്ക്കുന്നോ എന്നുള്ള ഒരു ഇൻഫർമേഷനും തീർച്ചയായും പാകിസ്ഥാനും പാക് സൈന്യവും പഠിച്ചാൽ അവർക്ക് കൊള്ളാമെന്നുള്ളൊരു സന്ദേശം ഇന്ത്യ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റ് എനിക്ക് തോന്നുന്നു മിഥുൻ വിജയകുമാർ. ഇപ്പോൾ ഇന്നത്തെ മറ്റ് ചില കാര്യങ്ങൾ കൂടി കൗതുകമായിട്ട് തോന്നുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആനമണ്ടത്തരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കാം എന്നുള്ളതാണ്. അത് പാഴായിപ്പോയി. ഇന്ത്യയിൽ നിന്ന് കേണൽ ഡെന്നി പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ഏത് രീതിയിലായിരിക്കുമോ ആക്രമണം അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ അടുത്ത ആക്രമണം ഇന്ത്യയിലെ ഏതെങ്കിലും സൈനിക കേന്ദ്രത്തിന് നേരെയോ അല്ലെങ്കിൽ നഗരങ്ങൾക്ക് നേരെയോ അതിർത്തിയിലെ ഏതെങ്കിലും പ്രദേശങ്ങൾക്ക് നേരെയോ നടത്തിയാൽ അതേ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ ഇന്ന് നൽകിക്കഴിഞ്ഞു. താങ്കളുടെ ഒരു അനുമാനത്തിൽ പാകിസ്ഥാൻ അടങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതോ ഈ രാത്രിയിലും കഴിഞ്ഞ രാത്രിയിലെ പോലെയുള്ള തിരിച്ചടിയായിരിക്കുമോ പാകിസ്ഥാൻ മണ്ടത്തരമാണോ കാണിക്കാൻ പോകുക? നോക്കൂ മഞ്ജുഷ്, ഇവിടെ പാകിസ്ഥാൻ കാണിച്ചൊരു ആനമണ്ടത്തരം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയും അവരുടെ സിറ്റിസൺസിനെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നും ഒക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ കാണുന്നൊരു കാഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, നമ്മൾ വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടായപ്പം അതിനുള്ള റിറ്റാലിയേറ്ററി മെഷർ നമ്മൾ എടുക്കുകയും അവരുടെ എയർ ഡിഫൻസ് മെക്കാനിസം പോലും തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പാകിസ്ഥാൻ ഇനിയൊരു യുദ്ധത്തിന് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഇന്ന് ബെക്കി ആൻഡർസണിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഖ്വാജ ആസിഫ് പറഞ്ഞ പല മണ്ടത്തരങ്ങളും നമ്മൾ കണ്ടു. കാരണം അവർ കൃത്യമായി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രൂഫ് തരാൻ പറ്റുമോ, ഇന്ത്യയുടെ റഫേലൊക്കെ അടിച്ചിട്ടു എന്നാണ് പറയുന്നത്, അപ്പോൾ അതിനെന്തെങ്കിലും പ്രൂഫ് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ കിടന്നിട്ട് ഉരുളുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു പ്രൂഫും നൽകാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ ഫോറമിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ജോയിന്റ് കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് നമുക്ക് അന്വേഷിക്കാം എന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ടൊരു ജോയിന്റ് കമ്മിറ്റി ഫോം ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം ഇതിനു മുമ്പൊക്കെ എപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തീവ്രവാദികളെ സംരക്ഷിക്കാനാണ് നോക്കിയത്. അപ്പം പാകിസ്ഥാനുമായിട്ടൊരു ബൈലേറ്ററൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോയിന്റ് കമ്മിറ്റി ഫോം ചെയ്തൊരു അന്വേഷണം ഇതൊന്നും ഇന്ത്യക്ക് ഇപ്പം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്ത ക്യാമ്പുകൾ, ടെററിസ്റ്റ് ക്യാമ്പുകൾ നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരിക്കലും ഒരു പാകിസ്ഥാനി സിവിലിയൻ ലൈഫ് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ പോലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ഒരു റിറ്റാലിയേറ്ററി മെഷർ എടുത്തത്. പക്ഷേ പാകിസ്ഥാൻ എന്തുകൊണ്ടും അവരുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും മിലിറ്ററി ലീഡർഷിപ്പിനൊക്കെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. അപ്പം അതിനുള്ള തിരിച്ചടികൾ ഘട്ടഘട്ടങ്ങളായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. പിന്നെ പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ശ്രീ മിഥുൻ വിജയകുമാർ, ഇന്ത്യ ഈ 9 ഭീകര ക്യാമ്പുകളിൽ നിർത്തുന്നില്ല. 21 ക്യാമ്പുകളാണല്ലോ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പലതവണയായി ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന ക്യാമ്പുകൾ, അവരെ വിരിയിക്കുന്ന ക്യാമ്പുകൾ 21 ഐഡന്റിഫൈ ചെയ്തു, 9 തകർത്തു. ഇനിയും ബാക്കി കിടക്കുകയാണല്ലോ 12 ക്യാമ്പുകൾ കൂടി. അപ്പോൾ അതിലേക്ക് കൂടി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നത്. അപ്പോൾ ഭീകരരെയും ലക്ഷ്യമിടും, അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിക്കും. അതിർത്തിയിൽ സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും അടിക്കും. ഇതാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി. തീർച്ചയായും ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇന്ത്യ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു നോൺ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ആക്ച്വലി ട്രാപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ ലക്ഷ്യം വെക്കുന്നു,
അതിനെ തടയാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. മറുഭാഗത്ത് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവിടെ ഇന്ത്യ തീർച്ചയായിട്ടും ഒരു മിലിറ്ററി ആക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഡിഫൻസ് സിസ്റ്റം അടക്കം തകർന്നു പോവുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ വീക്ക് മിലിറ്ററി എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് സിസ്റ്റം എത്ര വീക്കാണെന്ന് പോലും നമുക്ക് ഈ ഒരു സമയത്താണ് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ തുടക്കത്തിലൊക്കെ നമുക്കറിയാം എത്ര അഗ്രസീവായിട്ടാണ് അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാറിക്കഴിഞ്ഞു. അവരുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു ഇന്ന് അവരുടെ പാർലമെന്റിൽ ഒരു MP കരയുന്നൊരവസ്ഥ. അതായത് എന്താ പറയുക, നമ്മളെ അള്ളാഹുവിന് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലൊക്കെ പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞു. കാരണം തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് സിന്ധു നദീ കരാർ റദ്ദാക്കുകയാണെങ്കിൽ ഇവിടെ ചോരപ്പുഴകൾ ഒഴുകുമെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും പാകിസ്ഥാൻ ഇതാ ഇപ്പം കരഞ്ഞ് അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിലെ വീക്ക്നെസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പാകിസ്ഥാന്റെ എക്കണോമിക് സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു വലിയ ഡെറ്റ് ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവർ ഈ പറഞ്ഞ പോലെ IMFന്റെ മറ്റൊരു വശം കൂടിയുണ്ടോ? ഞങ്ങൾ ഈ ഇരവാദവും ഈ പ്രഹസനമൊക്കെ പാകിസ്ഥാൻ കാണിക്കുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ അതിനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ, പ്രത്യേകിച്ച് ഈ ആണവ പരീക്ഷണത്തിലേക്ക് ആണവ പ്രയോഗത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇന്ത്യയുടെ ശ്രദ്ധ കൂടുതലായി വേണം ഈ വിഷയത്തിനകത്ത് എന്നുണ്ടോ? നോക്കൂ, അതൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷർ അവിടെ പാകിസ്ഥാൻ ഓൾറെഡി ഉണ്ട്. പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ബ്രിട്ടീഷ് പാർലമെന്റിലൊക്കെ നമ്മളിന്ന് കണ്ടു, ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ഒക്കെ പാകിസ്ഥാനെതിരെ എല്ലാ ഈ ലോകരാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും UK പോലുള്ള ശക്തികൾ പാകിസ്ഥാൻ എതിർക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഓരോ എന്താ പറയുക ഗവൺമെന്റിനകത്തു നിന്നും വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം പാകിസ്ഥാൻ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാന് മേലെ വലിയ രീതിയിലുള്ള എന്താ പറയുക സമ്മർദ്ദം ചെലുത്തും. മുമ്പ് പോലും ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അഗ്രസീവ് മെഷർ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു ഗ്രേ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോലും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അപ്പം പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ വാർഫെയറിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരിക്കലും പാകിസ്ഥാൻ പോവുകയില്ല. മാത്രമല്ല ഇപ്പോൾ IMF-ഉമായിട്ട് ചേർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ അടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു നിലയിലേക്ക് വരും. അത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഒരു പ്രധാന കാര്യം കൂടിയാണല്ലോ അത്. തീർച്ചയായും അത് ഇന്ത്യക്ക് പാകിസ്ഥാനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ലൈസൻസ് പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് നൽകുന്ന പോലെയായിരിക്കും. അപ്പോൾ അങ്ങനൊരു നീക്കത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊന്നും മുഖം രക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു മിലിറ്ററി ഉണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇന്ത്യ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തു, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെസ്പോൺസ് എന്ന് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ പോലെ ഖ്വാജ ആസിഫിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ പുറത്തേക്ക് വിടുന്ന ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രഷറുണ്ട്. കാരണം ഈ പറഞ്ഞ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്ത എല്ലാ ലൊക്കേഷൻസും വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. കാരണം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പ് തന്നെ ധാരണയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ തന്നെ ടെററിസ്റ്റ് ക്യാമ്പുകളാണെന്ന് ഇതിനു മുമ്പും പല റിപ്പോർട്ട്സ് ഉണ്ട്. UN മുന്നിലും US-ന്റെ മുന്നിലൊക്കെ ആയിട്ടുള്ള പല റിപ്പോർട്ട്സ് ഇതിനു മുമ്പ് പല എന്താ പറയുക CIAയുടെ റിപ്പോർട്ട്സിലാണെങ്കിലൊക്കെ തന്നെ മെൻഷൻ ചെയ്യപ്പെട്ട സ്ഥലങ്ങളെയാണ് ഇന്ത്യ അടിച്ചത്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സിവിലിയൻ ഫെസിലിറ്റിയോ സിവിലിയൻ ലൈഫ്സിനെയോ ടാർഗറ്റ് ചെയ്തിട്ടില്ല, മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ എങ്ങനെയാണ് ടെററിസം ഫൈറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരു നീക്കമാണ് ഇന്ത്യ ചെയ്തത്. അത് വളരെ കൃത്യമായി ഇന്ത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പാകിസ്ഥാൻ ഇനിയിപ്പം നമുക്ക് നേരെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഞങ്ങൾ ഇത്രയും ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു എന്ന് പറയാൻ ഇന്ത്യയിൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സിവിലിയൻ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പോവുക. അത് സിവിലിയൻ ലൈഫിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഒരു മിലിറ്ററി ആക്ഷൻ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷൻ നമ്മൾ ഇപ്പൊ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ഷെല്ലാക്രമണം അതിൽ 13 പേരാണ് 13 സാധാരണക്കാരായി ഇന്ത്യക്കാർ ഗ്രാമീണരാണ് പൂഞ്ചിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറഞ്ഞ പോലെ ഇനി അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോവുകയില്ല. ഇന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇനി തൊട്ട് സീറോ ടോളറൻസ് പോളിസിയാണ് ഇന്ത്യക്കുള്ളതെന്നാണ്. അതെങ്കിലും പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു. അതായിരിക്കുമോ ഇനിയുള്ള സൂചനകൾ? അതോ വീണ്ടും ഈ നെറികേടുള്ള ഈ ആക്രമണം പാകിസ്ഥാൻ തുടർന്നേക്കും അങ്ങനെ കരുതുന്നു? പാകിസ്ഥാൻ തീർച്ചയായിട്ടും നെറികെട്ട ആക്രമണങ്ങൾക്ക് ശ്രമിച്ചേക്കും. പക്ഷേ അത് പൂർണ്ണമായും വരുതിയിൽ നിർത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇപ്പോൾ ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. അത് പാകിസ്ഥാനെ വല്ലാതെ
വിരളി പിടിപ്പിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാരണം പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ പാകിസ്ഥാനിലെ ഗവൺമെൻറ്റിനോടും പാകിസ്ഥാനിലെ ആർമിയോടും വലിയ എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ താരിഫ് ഇക്ബാൽ MP, അദ്ദേഹം ഏത് MP ആണെന്നറിയാമോ? PMLൻ്റെ MP ആണ്. അതായത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫിൻ്റെ പാർട്ടിയുടെ MP ആണ്. അദ്ദേഹം തന്നെ പാർലമെൻറ്റിൽ കരയുകയാണ്. ഒരു പഴയ ആർമി ഓഫീസറും കൂടിയാണ്. അതെ, അദ്ദേഹം റിട്ടയർഡ് മേജറാണ്, അവിടുത്തെ റിട്ടയർഡ് മേജറാണ്. ഇത് ഒരാളല്ല, 23 സീനിയർ ഓഫീസർമാർ രാജിവെച്ചു ഈ വാർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്. നമ്മുടെ ഈ ഏപ്രിൽ 22 ശേഷം നമ്മളൊരു ഫേസ് ടു ഫേസ് വരുമെന്ന ഘട്ടം വന്നപ്പോൾ 23ഓളം അവിടുത്തെ മേജർ ഓഫീസർമാർ, ആർമിയിലെ ഓഫീസർമാർ രാജിവെച്ചു. ഇത് അതുമാത്രമല്ല, ഇപ്പോൾ വേറൊരു ഞാൻ ഇന്ന് കണ്ട ഒരു സാധനമാണ്, കുടുംബാംഗങ്ങളെ സുരക്ഷിതമായിട്ട് വിദേശത്തേക്ക് മാറ്റുന്നു, അവർ രാജിവെക്കുന്നു, അവർക്കെല്ലാം പണം വിദേശത്ത് ഡെപ്പോസിറ്റാണ്. ഒരു ലൂട്ടിംഗ് ആർമിയാണത്. ഖജനാവിലെ പണം ലൂട്ട് ചെയ്ത് വിദേശങ്ങളിൽ US-ലും UK-ലോ കൊണ്ട് അല്ലെങ്കിൽ UAE-ലോ കൊണ്ട് വെച്ചിട്ട് സൗകര്യം വരുമ്പോൾ ഇത് ഇവിടുന്ന് കടന്നു പോവുക. ഇത് ഇന്ന് മുതലല്ല, വളരെ നാളുകളായി പാകിസ്ഥാൻ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാരും ജനറലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇവരിത് വളരെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം, അവിടുത്തെ ലാൽ മസ്ജിദ് എന്ന് പറഞ്ഞ്, ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദ്, അവിടുത്തെ ഒരു മതപണ്ഡിതൻ തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ അസീസ് ഖാസി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനേക്കാൾ ഭേദം. കാരണം ഇവർ നമുക്ക് മേൽ തന്നെ ബോംബിടുന്നവന്മാരാണ്. എന്നുവെച്ചാൽ ആ മുസ്ലിം മോസ്കിനകത്തേക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആർമി ഇരച്ചു കയറുകയും അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ആർമി ഇതിനേക്കാൾ ഭേദമാണ്, ഇന്ത്യ ഗവൺമെൻറ് ഇതിനേക്കാൾ ഭേദമാണെന്ന്. അപ്പോൾ ഒരു MP, അവരുടെ MP പറയുന്നു, അവിടുത്തെ മതപണ്ഡിതൻ പറയുന്നു, അവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുന്നു. ശ്രീ MS വേണുഗോപാൽ, ഇതിലൊരു വിഷയം, ഈ കുറേ കാലമായിട്ട് ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യ പറയുകയും അത് അന്താരാഷ്ട്ര സമൂഹത്തിലൊക്കെ ശ്രദ്ധ നേടുന്ന ഒരു സമയമായിരുന്നു. പെഹൽഗാമിന് ശേഷം അതിനൊരു ഷിഫ്റ്റ് കാശ്മീരിലേക്കാക്കാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തുന്നു, അതിൽ പരാജയപ്പെടുന്നു. വീണ്ടും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് മുഴച്ചു നിൽക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മനസ്സിലാകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റിലേക്ക് ഈ 48 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അല്ലേ? പാകിസ്ഥാൻ ശരിക്കും നഗ്നമായി പോയിരിക്കുന്നു ഈ കഴിഞ്ഞ 14-15 ദിവസം കൊണ്ട്. പാകിസ്ഥാൻ പറയുന്നത് മുഴുവൻ കോമാളിത്തരങ്ങളും ഗോഷ്ഠികളും അപക്വതയുമാണെന്നുള്ളത് ഇൻ്റർനാഷണൽ സമൂഹത്തിനും പൂർണ്ണമായും ബോധ്യമായി. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ അവർ അംഗമായിരിക്കുന്ന അവിടെ അവരുടെ കേസ് പ്രസൻറ്റ് ചെയ്യാൻ പോലും അവർക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളത് നേരെ ചെയ്ത്. കാരണം അവർ പറയുന്നത് മുഴുവൻ കള്ളമാണ്. അപ്പോൾ എല്ലാവരും അവരോട് ഇൻട്രോഗേഷനാണ്, അവരുടെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ഓഫീസർമാർ കള്ളനോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾ അവിടെ പോയില്ലേ, ആ സിവിലിയനെ ഇങ്ങനെ കൊന്നില്ലേ, നിങ്ങളുടെ അകത്ത് ഈ ടെററിസ്റ്റ് താവളങ്ങളില്ലേ, ഇങ്ങനെ അവരെ ചോദ്യം ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഇന്നലത്തെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം അതിനെ മറികടന്ന് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സാധാരണക്കാരെ ആക്രമിച്ചു ഇന്ത്യ എന്നാണല്ലോ. ഒരു തെളിവ് പോലും ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ പോലും പാകിസ്ഥാന്റെ പക്കലില്ല. ഈ 5 വിമാനങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞു, അത് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞു, നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇനി എന്ത് തെളിവാണ് പാകിസ്ഥാന് ഹാജരാക്കാനുള്ളത്? ഒരു സിവിലിയൻ ഡെത്ത് പോലും പാകിസ്ഥാന് ചൂണ്ടിക്കാണിക്കാനില്ല. എല്ലായിടത്തും സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ഇവരെ ഖബറടക്കുകയാണ് ചെയ്തത്. അപ്പോൾ പതാക പുതപ്പിച്ച് തന്നെയാണ്, പാക് പതാക പുതപ്പിച്ച് തന്നെയാണ് ഖബറടക്കിയത്. അപ്പോൾ സൈന്യത്തിനും സർക്കാരിനും വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടത്. അത് തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. അത് ഭീകരരാണ്, ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്ന്, അത് മാത്രമേ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ എന്ന്. ഇന്ന് മസൂർ റൌഫ് അസർ എങ്ങനെയാണ് മരിച്ചത്? പാകിസ്ഥാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ കിടന്നാണ്. അപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഒരു മിലിറ്ററി ഓഫീസറല്ലേ അല്ലെങ്കിൽ ഒരു സോൾജിയർ അല്ലേ വരേണ്ടത്? ടെററിസ്റ്റ് എങ്ങനെയാണ് അവിടെ വരുന്നത്? അപ്പോൾ അവിടെ കിടന്ന അയാൾ മരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതും ഏതൊരു ഹാർഡ് കോർ ടെററിസ്റ്റാണ്. പലരും പാകിസ്ഥാൻ പറയുന്നത് ഒരു ഭീകരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ്. ഇതൊക്കെ തന്നെ അവർക്ക് പ്രൂഫാണ്. ഈ പ്രൂഫുകളെല്ലാം അവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോഴാണ് അവർ ഈ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചൈനയ്ക്ക് പോലും അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ചൈന പോലും പറഞ്ഞത് ടെററിസത്തിന് ഞങ്ങൾ എതിരാണ്, ഇൻഫിൽട്രേഷന് ഞങ്ങൾ എതിരാണ്, സബോട്ടേജിന് ഞങ്ങൾ എതിരാണ് എന്ന് ചൈനയ്ക്ക് പോലും പറയേണ്ടി വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ നീക്കം ശരിക്കും പറഞ്ഞാൽ ചൈന ഒരു ഫുൾ സ്കെയിൽ വാർ വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഇസ്രയേൽ വരുമോ
ഇസ്രായേൽ വന്നാൽ US വരുമോ, ഈ വക ചിന്തകൾ കൂടി ഇപ്പോൾ ചൈനയ്ക്ക് ഈ ലോക ആ ഒരു ഇക്വേഷൻ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്ന ആത്മരക്ഷയ്ക്കാണ് ഇന്ത്യക്ക് അതിനൊരു അവകാശമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇസ്രായേൽ കൊടുത്തൊരു പിന്തുണ, ചൈന എടുത്തിരിക്കുന്ന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട്, UN പക്ഷേ ഒരു സൈനിക സംയമനം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും വിഷയമാണ് ഫൈറ്റ് അഗൈൻസ്റ്റ് ടെറർ ആണെന്ന് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ഭീകരരുടെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ അതിലൊരാശയക്കുഴപ്പമുണ്ടോ, രണ്ടഭിപ്രായമുണ്ടോ? അല്ല, അവർക്ക് ആദ്യം ഒരു രണ്ടഭിപ്രായമല്ല, ഒരു ഫുൾ സ്കെയിൽ വാർ എന്നുള്ളതിനോട് അന്താരാഷ്ട്ര സമൂഹത്തിന് വിയോജിപ്പായിരുന്നു. കാരണം ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇവിടെ ഒരു വാർ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മുടെ ഇപ്പം പലതിനും ഏഷ്യ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിപ്പെൻഡിങ് സിറ്റുവേഷനിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് വെസ്റ്റും അതുപോലെ തന്നെ ഈവൻ പിന്നെ US-നും ഒരു ചിന്താഗതിയുണ്ട്. ഇവിടുന്ന് മാക്സിമം ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളത്, അതിനൊരു സമാധാന അന്തരീക്ഷമാണ് നല്ലതെന്നുള്ളതാണ് ഇന്ന് വെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെയും ഒരു ചിന്താഗതി. അതിന് വിരുദ്ധമായിട്ട് ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ 2 ദിവസത്തെ അറ്റാക്ക് കൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് വെറും ഒരു പോലീസ് ഫയറിംഗ് പോലത്തെ ഒരു കേസാണ് എന്ന് തോന്നുന്ന വിധത്തിൽ പാകിസ്ഥാൻ്റെ ആർമി അധപ്പതിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ തൊട്ടത് മുഴുവൻ ടെററിസ്റ്റ് സെൻറ്റേഴ്സിനെയാണെന്ന് വന്നപ്പോൾ, നമ്മൾ ഇപ്പോൾ കൊന്നിരിക്കുന്ന ഒരാൾ ഹാർഡ് കോർ ടെററിസ്റ്റ് ആണെന്നും ഒക്കെ ബോധ്യം വന്നപ്പോൾ ഇൻ്റർനാഷണൽ, അതായത് US-ലെ പിന്നെ പത്രപ്രവർത്തകനെ അകം വധിച്ച US തലയ്ക്ക് വില പറഞ്ഞ ആളാണ് ഇന്നത്തെ മസൂദ് അസർ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് സാഹചര്യം. അവർക്ക് തീർച്ചയായിട്ടും ഇത് അനുകൂലമായിട്ടല്ല. പുതിയ വാർത്ത വരുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പാക് പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു, മാർക്ക് റൂബിയോ ഷെഹ്ബാസ് ഷെരീഫിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്ന സംഭവങ്ങൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണങ്ങളാണ്. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതായത് ഇന്ത്യയുടെ വടക്ക് ഭാഗവും പടിഞ്ഞാറൻ ഭാഗവും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിലേക്ക് തൊടുക്കുകയാണ് ഉണ്ടായത്. അതിൽ അവൻപുരയും ശ്രീനഗറും ജമ്മുവും പത്താൻകോട്ട്, അമൃത്സർ, ജലന്ധർ, ലുധിയാന, ഭട്ടിൻഡ, ചണ്ഡീഗഡ് അങ്ങനെ ഭുജ് വരെ നീളുന്ന പ്രദേശത്തേക്കാണ് അവർ 4 സംസ്ഥാനങ്ങളിലായി 15 സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും. രാജസ്ഥാനും പഞ്ചാബും ഉണ്ട് എന്നുള്ളത് അത് കുറച്ചും കൂടെ ഒരു ആശങ്ക അമൃത്സറിനെ ലക്ഷ്യമാക്കി കൂടെ ധർമ്മശാലയിലുള്ള IPL ക്രിക്കറ്റ് വേദി തന്നെ മാറ്റി, അത് ഗുജറാത്തിൽ അഹമ്മദാബാദിലേക്ക് ആക്കി. അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ജാഗരൂകരാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ചില ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നു. ഇതിനകം തന്നെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് അതിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. അതാണല്ലോ ഇന്നലെ രാത്രി കണ്ടത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രമാത്രം ശക്തമാണ് എന്ന് പാകിസ്ഥാന് മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഒരെണ്ണം പോലും ലക്ഷ്യത്തിൽ എത്താതെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ആർമി ഡേയുടെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആർമി ഡേയുടെ അന്ന് ഒരു പ്രസ്താവന നടത്തി, ആർമി ഓഫീസേഴ്സിനെയും ജവാനെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ്. എന്നുവെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് പ്രാധാന്യം ഇന്ത്യയുടെ ഫോഴ്സിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പലരും ചോദിക്കാറുണ്ട്, ഈ പെട്രോളിനൊക്കെ ഇത്രയും വില കൂട്ടി, ഇത്രയും പിന്നെ ഈ ബാക്കി പൈസ മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് അടിച്ചുകൊണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്? ഇതിൻ്റെ അദ്ദേഹം ചെയ്തതിന് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും മറ്റൊന്ന് ആർമിയെ ശക്തിപ്പെടുത്താനുമാണ് ഈ പണത്തിലധികവും ഉപയോഗിച്ചിരുന്നതെന്നുള്ളത് ഇപ്പോഴാണ് പലർക്കും ബോധ്യമായിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഇന്ത്യയുടെ പല സൈനിക കേന്ദ്രങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിച്ചേനെ. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി, ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള ആ ഉപകരണങ്ങളുടെ ശക്തി അല്ലെ, ഉപകരണ ശക്തി എന്ന് വെച്ചാൽ ഒരു പ്രതിരോധം. ഞാൻ പറഞ്ഞില്ലേ, 4 സംസ്ഥാനങ്ങൾ, കേരളത്തിലെ പോലെ 600 കിലോമീറ്റർ വരുന്ന ഒരു കൊച്ചു സംസ്ഥാനമല്ല. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, ഇന്ത്യയുടെ ഒരു ഹാഫ് 4 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തും വടക്കു ഭാഗത്തും. തീർച്ചയായിട്ടും ആ 4 സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ ഒരു ഹാഫ് ഏരിയ കവർ ചെയ്യണം. അവിടേക്കാണ് 15 സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ. അതിനെ മുഴുവൻ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുന്ന പോലെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ്. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ അത് താങ്ങാൻ പോലും കഴിഞ്ഞില്ല. ലാഹോറിൽ കണ്ടു, അത് റാവൽപിണ്ടിയിൽ കണ്ടു അല്ലെ. അതെ, അവര് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർക്ക് സുരക്ഷയാകേണ്ട അവരുടെ വ്യോമ
പ്രതിരോധ സംവിധാനത്തിനെ തകർത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ആർമി ഓഫീസർ പറഞ്ഞ പോലെ അവർ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇനി പൂട്ടില്ല. ഒരു കാർഗിൽ സമയം പോലെയല്ല, ഒരുപാട് ഈ ആർമി ആണെങ്കിൽ, എയർഫോഴ്സ് ആണെങ്കിൽ, നേവി ആണെങ്കിൽ ഇന്ത്യ ഒരുപാട് മോഡേണൈസേഷൻ ആംസ് വെപ്പണൈസ്ഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് പാകിസ്ഥാന് ചിന്തിക്കാവുന്നതിനപ്പുറത്തൊക്കെയാണ്. പാകിസ്ഥാനല്ല, ഇപ്പോൾ ചൈനയ്ക്ക് പോലും ചില കാര്യങ്ങളിൽ ഡൗട്ട്ഫുൾ ആയിരിക്കുകയാണ്. ഇന്ത്യ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ചൈന പോലും ഇത് എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ചൈനയുടെ ഉപകരണങ്ങളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഇന്ത്യക്ക് നേരെ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ചൈനീസ് ആണ്. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സംസാരിച്ചു എന്നാണല്ലോ. പാകിസ്ഥാൻ എന്താണ് ആവശ്യപ്പെടുക അമേരിക്കയ്ക്ക് മുന്നിൽ? എന്താണ് ഈ ഒരു സംസാരത്തിന്റെ പ്രസക്തി? മഞ്ജുഷ്, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അങ്ങോട്ടേക്കാണ് സ്റ്റേറ്റ് സെക്രട്ടറി, US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രധാനമായും ബോധിപ്പിച്ച ഒരു കാര്യം ഇന്ത്യ നടത്തിയ ഈ ആക്രമണത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ മിസൈൽ ആക്രമണവും അതുപോലെ ഡ്രോൺ സ്ട്രൈക്കുകളെ സംബന്ധിച്ചുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. 31 സിവിലിയന്മാർ അവിടെ മരിച്ചു വീണു. അതിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 57 പേർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാൻ അമേരിക്കയോട് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം അവിടെ വ്യാപകമായ പശ്ചാത്തല സൗകര്യങ്ങൾ തകർന്ന ഒരു സാഹചര്യമുണ്ട് എന്നുകൂടി അമേരിക്കയെ അറിയിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായി ഇതിനെ പ്രഖ്യാപിക്കണം എന്ന തരത്തിലുള്ള ഒരു ആവശ്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മാർക്കോ റൂബിയോ മറ്റു പല രാജ്യങ്ങളുമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ഇടപെടൽ എത്രമാത്രം സാധ്യമാകും എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപ് ഇത് പെട്ടെന്ന് ഈ തർക്കം അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് അമേരിക്ക കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക വളരെ സുസൂക്ഷ്മം ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സൗത്ത് ഏഷ്യയിലെ ഒരു സമാധാനവും അതുപോലെ സ്ഥിരതയുമൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി പാകിസ്ഥാനും ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും തങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യം, യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടർ പ്രകാരം ആർട്ടിക്കിൾ 51 അനുസരിച്ച് ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കാൻ തങ്ങൾക്കും അധികാരമുണ്ടെന്നാണ്. സ്വാഭാവികമായും ഇതുതന്നെയാണ് ഇന്ത്യയും പറയുന്നത്. തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചടിക്കാൻ ഉള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലൊരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ളത് എല്ലാ ശരിയാണ്. അതിൽ ഇന്ത്യ ആദ്യം ചെയ്തത് ഭീകരർക്കെതിരെ മാത്രമായിരുന്നു, ഭീകര ക്യാമ്പുകൾ മാത്രമായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത്. അത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന കാര്യവും ആണ്. പക്ഷേ പിന്നീട് പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യയിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകേണ്ടി വരും ഇന്ത്യക്ക്. അതാണ് ഇന്ത്യ ചെയ്തത്. ഇന്ന് വിക്രം മിശ്ര വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് എങ്ങനെയാണോ പാകിസ്ഥാൻ പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെയായിരിക്കും തിരിച്ചു പെരുമാറ്റമെന്ന്. പക്ഷെ ഭീകര ക്യാമ്പുകളുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ല. അത് ഇന്ത്യ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നതിന്റെ സൂചന കൂടിയല്ലേ ഇന്ന് ഇന്ത്യ അങ്ങോട്ട് നൽകുന്നത്? ഭീകര ക്യാമ്പുകളെ ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യ ആക്രമിക്കാം. ഭീകര ക്യാമ്പുകളെ ആക്രമിക്കുക വളരെ പ്രിസൈസ്, ക്ലിനിക്കൽ പ്രിസിഷൻ എന്ന വാക്കാണ് സൈന്യം ഉപയോഗിച്ചത്. ക്ലിനിക്കൽ പ്രിസിഷൻ, അതായത് കൃത്യമായി ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ആക്രമിക്കുക എന്നൊരു പ്രയോഗമാണ് നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തുടർച്ചയായി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടാകും. നേരത്തെ സൈനിക ഇൻസ്റ്റലേഷനുകൾ തൊടില്ല എന്ന ഒരു നീക്കം എന്ന ഒരു വാദം ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നു. തീവ്രവാദികളെ മാത്രമേ ആക്രമിക്കുള്ളൂ, സിവിലിയൻ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന്. പക്ഷേ തുടർച്ചയായി അവിടെ നിന്ന് ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഇതുപോലുള്ള സംവിധാനങ്ങൾ, ഇത് നിരീക്ഷിക്കാനുള്ള റഡാർ സംവിധാനങ്ങൾ ഒക്കെ തകർക്കാനായി ഇന്ത്യക്ക് ശ്രമം നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായി കൂടി ഇന്ന് ചില പ്രയത്നങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും ഇതിൽ അമേരിക്കൻ ഇടപെടൽ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ഇത് സമാധാനത്തിലേക്ക് പോകണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. മനു, അതിനകത്ത് ഇപ്പോൾ ചില വാർത്തകളൊക്കെ അമേരിക്ക ഇതിലൊരു മീഡിയേഷന് തയ്യാറാണ് എന്ന് പറയുകയും അത് ഇന്ത്യ നിരസിക്കുകയും ചെയ്തിരിക്കുന്നു, നന്ദിപൂർവ്വം നിരസിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ്. അങ്ങനെ ഒരു മൂന്നാം പാർട്ടി ഇടപെട്ടുകൊണ്ട്, പണ്ടും ഇന്ത്യ പാക് വിഷയത്തിനകത്ത് അങ്ങനെ ഒരു സാധ്യതയില്ല, ആ
ഒരു നയം ഇന്ത്യ തുടരുന്നു. അങ്ങനെ ഒരു സന്ദേശം കൂടി ഇതിനകത്തുണ്ടോ? ഇന്ത്യ വളരെ വ്യക്തമായ ഒരു കാര്യം എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട്. ഇത് നോൺ എസ്കലേറ്ററി നേച്ചറിലുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നത്. താൽക്കാലികമായി ഇന്ത്യയിലെ അതിർത്തിയിലെ ആളുകളെ ആക്രമിക്കുമ്പോൾ അതിന് താൽക്കാലികമായി പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം മാത്രമാണ് നടക്കുന്നത്. പ്രധാനമായ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്കല്ല ഇത് പോയിട്ടുള്ളത്. ഇതൊരു നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തടയുക, രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. തീവ്രവാദത്തിനോട് സീറോ ടോളറൻസ്, സന്ധിയില്ല യുദ്ധം തന്നെയാണ്, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് രാജ്യം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ അമേരിക്ക ഇതിൽ ഒരു ഇടപെടൽ നടത്തുകയും സൗത്ത് ഏഷ്യയിൽ ഒരു സമാധാനം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കണം എന്നൊക്കെ പൊതുവെ അഭിപ്രായം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ അതിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കണമെന്നില്ല. കാരണം ഈ UN ചാർട്ടർ ആർട്ടിക്കിൾ 51 ഇന്ത്യക്കും ബാധകമാണ്. രാജ്യത്തിൻ്റെ നേരെ ആക്രമണം നടക്കുമ്പോൾ, പരമാധികാരത്തിന് നേരെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആകില്ല. അത് തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യ ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടാൻ ഉപയോഗിക്കുന്ന S-400 പോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ആക്രമണം തുടർച്ചയാകുകയും നിരപരാധികൾ ആയ സിവിലിയന്മാർ അതിന് ഇരകളാകുകയും ചെയ്യുമ്പോൾ അത് പ്രകോപനത്തിന് വഴി നൽകും, തിരിച്ചടിക്കും എന്ന കാര്യം. പക്ഷേ ഇന്നലെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടർച്ചയായിട്ട് അതിർത്തിയിലുണ്ടായിരുന്നു. പൂഞ്ചിലൊക്കെ അങ്ങനെയാണ് 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. പക്ഷേ ഇന്ന് പകൽ സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടില്ലല്ലോ. അതിർത്തിയിൽ ഇന്നലത്തേക്കാൾ വ്യത്യസ്തമാണല്ലോ ഇന്നത്തെ സ്ഥിതി. മഞ്ജുഷ്, ഒരു സാധാരണഗതിയിൽ ആർമിയിൽ ഒരു സീസ് ഫയർ നമുക്ക് നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് സ്മോൾ അമ്യൂണിഷൻസ് ഉപയോഗിച്ചുള്ള ഫയറിങ് പല ഘട്ടങ്ങളിലും സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ട്, അത് തിരിച്ചടിക്കുന്നു. പക്ഷേ ആർട്ടിലറി ഉപയോഗിച്ചുള്ളൊരു ഫയറിംഗ് വരുമ്പോൾ അത് കുറേ കൂടി യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന സൂചനയാണ് ആർട്ടിലറി ഉപയോഗിച്ചുള്ള ഫയറിംഗ് നൽകുന്നത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഷെൽ ആക്രമണം, ആർട്ടിലറി ഫയറിംഗ്, ഇത് സാധാരണക്കാരായ പ്രത്യേകിച്ച് കുട്ടികൾ, സ്ത്രീകൾ ഒക്കെയുള്ള അതിർത്തിയിലുള്ള ആളുകൾ ഈ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അതിന് സ്വാഭാവികമായും തിരിച്ചടിക്കാതിരിക്കാനാകില്ല. അത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ ആക്രമണം നടത്തേണ്ടി വരും. മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വെടിക്കോപ്പുകളുടെ പ്രയോഗമോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിർത്തിയിൽ അറ്റ്മോസ്റ്റ് അലർട്ട് എന്ന രീതിയിലാണ് വ്യോമസേനയും അതുപോലെ കരസേനയും നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് സമയം ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങാം എന്ന ഒരു ആശങ്ക ആഗോള തലത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇന്ത്യ എപ്പോഴും ഒരു റെസ്ട്രെയിൻഡ് മൂവ്മെൻറ്റ് എന്ന തരത്തിലാണ് ഒരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. വളരെ പരിമിതമായ, ഏറ്റവും കുറഞ്ഞ പ്രഹരം എന്ന തരത്തിലാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളതുമായ എന്നുള്ളതാണല്ലോ, റെസ്പോൺസിബിൾ ആണ്. കാരണം അത് കൃത്യമായിട്ട് ഇന്ത്യ ടാർഗറ്റഡ് അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സൈനിക ക്യാമ്പുകൾക്ക് നേരെയും സാധാരണക്കാർക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ശരി മനു. ശ്രീ മിഥുൻ വിജയകുമാർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കാണ്ഡഹാർ വിമാന റാഞ്ചലിന് നൽകിയിരിക്കുന്ന ഒരു പ്രതികാരം എന്ന് കൂടി വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം മസൂദ് അസറിനെ മോചിപ്പിക്കുക എന്നതായിരുന്നുവല്ലോ അന്ന് കാണ്ഡഹാറിൽ വിമാനം റാഞ്ചിയവരുടെ ലക്ഷ്യം. അങ്ങനെ വിമാനം റാഞ്ചിയവരിൽ പ്രധാനിയായ ആൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മസൂദ് അസറിന്റെ സഹോദരനും വലങ്കയുമാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഇപ്പോഴത്തെ ഡിഫാക്റ്റോ ചീഫ് എന്ന് പോലും അറിയപ്പെടുന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗർ. അപ്പോൾ ഇത് കാണ്ഡഹാറിനുള്ള ഒരു പകരം വീട്ടൽ കൂടിയായിട്ടുണ്ട് ഇന്ത്യയുടേത്. ഇത് കാണ്ഡഹാറിന് മാത്രമല്ല മഞ്ജുഷ്, ഇത് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തിയോ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ ഇ തോയ്ബ, ഇവർ ഇന്ത്യയിൽ നടത്തിയ എല്ലാ വിധത്തിലുള്ള, ഇത്രയും കാലമായിട്ട് ഇന്ത്യ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഇത്ര അഗ്രസീവായിട്ട് നമ്മളൊരു മെഷർ നമ്മൾ എടുത്തിട്ടില്ല ഇത്രയും കാലത്തിനിടെ. പക്ഷേ ഇപ്പോൾ ഉള്ള തിരിച്ചടി അവർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഓരോ ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കുമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഈ പ്രസ് മീറ്റ്, ഡിഫൻസിൻ്റെ പ്രസ് മീറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കേണൽ സോഫിയ, പിന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഇവർ രണ്ടുപേരും കോമ്പാറ്റ് യൂണിഫോമിലാണ് വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ റെഗുലർ സർവീസ് യൂണിഫോമിലായിരുന്നു അവർ ആ പ്രസ് മീറ്റ് നടത്തിയത്. അപ്പം ഇന്ത്യ ഒരു വാർ സിറ്റുവേഷനിലാണ് എന്ന ഒരു ഇൻഡിക്കേഷൻ കൂടെ നമ്മളതിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കോമ്പാറ്റിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു, ഒരു മിലിറ്ററി ആക്ഷന് ഇന്ത്യ റെഡിയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ള ഏത് തരത്തിലുള്ള ഒരു ഭീഷണിയാണെങ്കിലും നമ്മൾ നേരിടാൻ തയ്യാറാണ്. അപ്പം നമ്മുടെ ഒരു കോമ്പാറ്റ് റെഡിനെസ് കൂടിയാണ് അതിലൂടെ അവരൊരു പക്ഷേ ഒരു വിഷ്വലി നമ്മൾ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഇന്ത്യൻ്റെ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും ചേർത്ത് തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുള്ളത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാകിസ്ഥാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ്റെ അകത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുകയും
തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സിവിലിയൻ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വാർ ഇന്ത്യ എന്തുകൊണ്ടും ഒരു വാറിലേക്ക് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യ അതിലേക്ക് എൻ്റർ ആവുന്നു. പിന്നെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാഹോറിലെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകരുന്നു, അവരുടെ മറ്റ് പല കേന്ദ്രങ്ങളിലും ഇരവാദവുമായിട്ടാണ് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ആ 31 പേർ എന്ന് പറയുന്നത് ഈ ഭീകരരുടെ ആ നമ്പറാണോ പറഞ്ഞത്, അതോ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചുവല്ലോ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട്, അതിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണോ, രണ്ടും കൂടിയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും അറിയില്ല. എങ്കിലും ഇപ്പോഴും ഇരവാദം ഉന്നയിക്കുകയാണ്. ഭീകരർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എല്ലാ കാലത്തും അവരുടെ VIP ആണ്. കാരണം പാകിസ്ഥാൻ ഒരു ആൾട്ടർനേറ്റീവ് ആർമി കമാൻഡേഴ്സ് ആയിട്ടാണ് ഭീകരരെ അവർ എല്ലാ കാലത്തും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ കണ്ടു, ഈ പറഞ്ഞ പോലെ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. അപ്പം ഭീകരവാദികൾ എന്തുകൊണ്ടും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. മസൂദ് അസറിൻ്റെയൊക്കെ ജീവനുള്ള പ്രൊട്ടക്ഷൻ ഏത് തരത്തിലാണ് പാകിസ്ഥാൻ ഒരുക്കുന്നത്, അവർക്ക് ഏത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് പാകിസ്ഥാൻ ഒരുക്കി കൊടുത്തത്, ഏതൊക്കെ തരത്തിലുള്ള എത്ര വലിയ ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടായിട്ട് പോലും ഈ തീവ്രവാദികളൊക്കെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ എല്ലാ കാലത്തും പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് ഭീകരവാദികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക, ഈ മിലിറ്ററി ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും അവർ ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് സിവിലിയൻസ് തന്നെയായിട്ടാണ് അവർ കണക്കിലെടുക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഭീകരവാദികളാണെങ്കിൽ പോലും പാകിസ്ഥാൻ അതൊരു അവരുടെ റെഗുലർ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ